യാ ഇബ്രാഹിം, ഇബ്രാഹിമെ എന്ന അള്ളാഹുവിൻ്റെ വിളി കാണാം. യാ ഈസ എന്ന വിളിയുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അവരുടെ പേരുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ ഖുർആൻ ഒരിടത്തും യാ മുഹമ്മദ്, മുഹമ്മദ് എന്ന ഒരു വിളിയില്ല, മുഹമ്മദ് എന്നൊരു അഭിസംബോധനയില്ല. പകരം അല്ല വിളിച്ചത് യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസിറു. യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ. യാ അയ്യുഹർ റസൂലു, അല്ലയോ റസൂലായിട്ടുള്ളവരെ. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ. നബിദിനവും ഓണവും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ചൊവ്വാഴ്ച നബിദിനം, ബുധനാഴ്ച തിരുവോണം. ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് ഈ ഖുതുബയിലൂടെ. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് റബീഉൽ അവൽ 12. നബി ജനിച്ചത് 12-നാണോ, റബീഉൽ അവൽ 8-നാണോ 9-നാണോ എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്, ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവൽ 12-നാണെന്നും അതൊരു തിങ്കളാഴ്ചയാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ഒരു നിലക്കുമുള്ള തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ നിന്ന് പലായനം ചെയ്ത്, ഹിജറ ചെയ്ത്, മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിൽ എത്തിച്ചേർന്നത് അത് റബീഉൽ അവൽ 12 ആയിരുന്നു എന്നും അതൊരു തിങ്കളാഴ്ചയായിരുന്നു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റബീഉൽ അവൽ 12-ന് അങ്ങനെ വലിയ പ്രാധാന്യമുണ്ട്. റബീഉൽ അവൽ മാസത്തിൻ്റെ ചരിത്രപരവും മതപരവുമായ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒരാഴ്ച മുമ്പ് നമ്മൾ പറയണ്ടായി. എന്നാൽ ഈ സന്ദർഭത്തിൽ വേറെ ചില കാര്യങ്ങളാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലെത്തി. മദീനയിലെത്തിയ റസൂൽ പ്രധാനമായും 2 കാര്യങ്ങൾ ചെയ്തു. ആ 2 കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും ബാക്കിയുള്ള ആഘോഷങ്ങളൊക്കെ കേവലം ആത്മാവ് നഷ്ടപ്പെട്ട ഒന്നായി മാറുന്നു എന്നും ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, വിശ്വാസി സമൂഹത്തെ ഒരു ആദർശ സമൂഹമായി, ഏകോദര സഹോദരന്മാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിയിണക്കി. അപ്പോൾ നമ്മൾ ഇത്രയും ആളുകൾ പള്ളിയിലില്ലേ, നമ്മൾ പലരും രക്തബന്ധുക്കളില്ലേ, ജ്യേഷ്ഠനും അനുജനും എളാപ്പയും മൂത്താപ്പയും അവരുടെ മക്കളൊക്കെ ആയിട്ട് പല രക്തബന്ധങ്ങളും ഇവിടെ ഇല്ലേ. ആ രക്തബന്ധങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശബന്ധം. നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകൻ പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ വാപ്പ വിളിച്ചു, മോനെ വാടാ, വേറെ വഴിയൊന്നുമില്ല, വെള്ളം പൊങ്ങുകയാണ്, മഴ സമൃദ്ധിയായി പെയ്യുന്നു, നീ വാ, ഈ കപ്പലിൽ കയറി രക്ഷപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ ഒരു മകൻ, ധിക്കാരിയായ നിഷേധിയായ ഒരു മകൻ, നിങ്ങളെ പാട് നോക്ക്, ഞാൻ എൻ്റെ പണി നോക്കിക്കോളാം, ഞാൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും മലയിലോ പർവ്വതത്തിലൊക്കെ കയറി രക്ഷപ്പെട്ടോളാം എന്ന് പറയുമ്പോഴും വാപ്പ വിളിക്കുകയാണ് ഒരു മകനെ. പടച്ചോൻ നൂഹ് അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ ഫാമിലി അല്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, സ്വന്തം മോനെ കുറിച്ചായി പറയുന്നത്. അവൻ നിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിന്റെ ഫാമിലി പെട്ടവനല്ല. ലൈസ മിൻ അഹ്ലിക് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നൂഹ് നബിയുടെ മോനല്ല എന്നല്ല, ആദർശ ബന്ധുവല്ല, നിന്റെ ആദർശത്തിൽ പെട്ടവനല്ല. അപ്പൊ ആദർശ ബന്ധമാണ് വളരെ പ്രധാനപ്പെട്ടത്. മക്കയിലെത്തിയ മുഹാജിറുകളെയും മദീനയിൽ മുഹാജിറുകളെ സ്വീകരിച്ച അൻസാറുകളെയും സഹോദരന്മാരാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോർത്തിണക്കി. നമ്മൾ നിസ്കരിച്ച് കേവലം ദുആ ചെയ്ത് അവനവൻ്റെ കാര്യം നോക്കി പോകേണ്ട ആളുകളല്ല. നമുക്ക് ഇന്ത്യക്കാർ എന്നുള്ള ഒരു ബന്ധമുണ്ട്. അത് ഇന്ത്യക്ക് പുറത്തു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു കനം മനസ്സിലാകുക.
മലയാളികൾ എന്ന ബന്ധം വേറെ ഉണ്ട്. നമ്മൾ മലയാളികൾ എന്നുള്ളൊരു വികാരമുണ്ട്. അത് കേരളത്തിന് പുറത്തു പോയാൽ മതി. അവിടെ വെച്ച് കാണുമ്പോഴാണ് മലയാളിയെ കാണുമ്പോൾ മലയാളിക്ക് നമ്മൾ മലയാളികളാണല്ലോ, പാലക്കാട് ജില്ലക്കാരെന്നുള്ള വേറെ ബന്ധം ഉണ്ടാവും. അത് പാലക്കാട് ജില്ലക്ക് പുറത്തു പോയാൽ മതി. അങ്ങനെ പല ബന്ധങ്ങളുമുണ്ട്. എന്നാൽ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ ബന്ധമുണ്ട്. അത് മറ്റുള്ളവരെ മോശാക്കലോ ഒന്നുമല്ല. നമ്മൾ സത്യവിശ്വാസികളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ്. ആ ഒരു സാഹോദര്യം കാണിക്കണം. ഇതാണ് ഒരു കാര്യം. രണ്ടാമതൊരു വിഷയം, ഞാൻ അതിലേക്ക് വരാം. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു, മദീന രാഷ്ട്രം. ആ രാജ്യത്ത് അള്ളാഹുവിൻ്റെ റസൂലും മത സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചു. മതസ്വാതന്ത്ര്യം. മദീനയിൽ റസൂൽ എത്തിയപ്പോൾ കണക്കുകൾ പറയുന്നു 10,000 ആളുകളാണ് അവിടുത്തെ പോപ്പുലേഷൻ, ജനസംഖ്യ. മദീനയിലെ മൊത്തം ആളുകൾ 10,000. അതിൽ 40% ജൂതന്മാരാണ്. 4,000 ജൂതന്മാർ അന്ന് മദീനയിലുണ്ട്. 45% പിന്നെ മുശ്രിക്കുകളും പിന്നെ കുറച്ച് ക്രിസ്ത്യാനികളും ഒക്കെയായി 45% മുസ്ലിങ്ങൾ എത്രയാണ് ഉള്ളത് മദീനയിൽ? 15%. എന്ന് പറഞ്ഞാൽ 1500 മുസ്ലിങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മദീന രാഷ്ട്രം സ്ഥാപിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. 1500 മുസ്ലിങ്ങൾ. ബാക്കി 85% അമുസ്ലിങ്ങളാണ്, മുസ്ലിമല്ലാത്തവരാണ്. അതിൽ തന്നെ മഹാഭൂരിപക്ഷം 40% വരുന്ന ജൂതന്മാരാണ്. ഈ സമൂഹത്തൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വഹീഫത്തു മദീന, മദീന ചാപ്റ്റർ എന്നടിച്ചാൽ കിട്ടും. അന്ന് എഴുതി തയ്യാറാക്കിയ ലോക ചരിത്രത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന. അതിനു മുമ്പ് അങ്ങനെ ഒരു ഭരണഘടനയില്ല. എഴുതപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ ഭരണഘടനയാണ് മദീന ചാപ്റ്റർ, സ്വഹീഫത്തു മദീന അല്ലെങ്കിൽ വസീഖത്തു മദീന എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടും. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതി ചേർത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ലിൽ യഹൂദി ദീനുഹും, ജൂതന്മാർക്ക് അവരുടെ ദീൻ, വലിൻ നസാറ ദീനുഹും, നസ്രാണികൾക്ക് അവരുടെ ദീൻ. ഓരോരുത്തർക്കും അവരവരുടെ ദീൻ അനുസരിച്ച്, മതമനുസരിച്ച്, അനുസരിച്ച്, അനുഷ്ഠാനമനുസരിച്ച് ജീവിക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം മദീന ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. ചില ആളുകളൊക്കെ പറയും ഇസ്ലാം പിന്നെ ആളുകളങ്ങനെ നിർബന്ധിക്കുകയാണ് മതം മാറാൻ. ഇനി ഇസ്ലാമിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാലാ അത് വേറെ നിരക്കുള്ള പ്രശ്നങ്ങൾ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണെന്ന് നമുക്കറിയില്ലേ? ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. അതിൻ്റെ പേരാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, അത് വല്ലാത്തൊരു ആയത്ത് തന്നെയാണ് ആയത്തുൽ കുർസി. നമ്മൾ വേറെ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ മതത്തിൽ ഒരു നിലക്കുമുള്ള നിർബന്ധിക്കലുമില്ല. മതത്തിന്റെ പേരിൽ ഒരാളെയും നിർബന്ധിക്കാൻ പാടില്ല. ഇതിന് തഫ്സീർ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഇസ്ലാമിലേക്ക് വരാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിലേക്ക് പോകരുത് എന്നും നിർബന്ധിക്കാൻ പാടില്ല എന്നാ. ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ നിർബന്ധിക്കരുത്, പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഇസ്ലാം ആകണം, നിങ്ങൾ മുസ്ലിം ആകണം എന്ന് ഒരാളെ മതം മാറാൻ നിർബന്ധിച്ചാൽ അത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയ്ക്ക് എതിരാണ്. എന്ന് മാത്രമല്ല, മതം മാറാൻ നിൽക്കുന്ന ഒരാളെ, ഇസ്ലാം വിട്ടുപോകാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാളെ പിടിച്ചു വെക്കാനും പാടില്ല. അങ്ങനെ പരിപൂർണ ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിലക്കുമുള്ള ബലപ്രയോഗവും പരിശുദ്ധ ദീനിൽ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട്. അത് വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ്. മദീനയിൽ ഇറങ്ങിയ ആയത്തിൽപ്പെട്ടതാണ്, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ. ജൂതരെ, ക്രിസ്ത്യാനികളെ, മുശ്രിക്കുകളെ എല്ലാം അഭിസംബോധന ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞു, എല്ലാവർക്കും കൃത്യമായ നിയമങ്ങളുണ്ട്.
മദീനയിലെ ഭരണാധികാരി ആരാണ്? അഷ്റഫുൽ ഹൽക്കാണ്. ആ അഷ്റഫുൽ ഹൽക്ക് ജൂതന്മാർക്ക് നിയമം വിധിച്ചിരുന്നത് അവരുടെ കിതാബ് അനുസരിച്ചാണ്, ഖുർആൻ അനുസരിച്ചല്ല, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചല്ല. ക്രിസ്ത്യാനികളുടെ വിഷയം വരുമ്പോൾ അവിടെ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങളിൽ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് വിധി പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു മത സ്വാതന്ത്ര്യം. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സാഹോദര്യം, നേരത്തെ സൂചിപ്പിച്ചു, സാഹോദര്യത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് വരണം. സാഹോദര്യം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ നേരത്തെ പറഞ്ഞ പള്ളിയിൽ വന്നു പോകുന്ന ഒരു ബന്ധം എന്നതിനപ്പുറം നമ്മൾ ആഴത്തിലൊരു ബന്ധമുണ്ട്. അതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇപ്പോഴും ചില ആളുകൾ പരസ്പരം മിണ്ടാറില്ല, സംസാരിക്കാറില്ല. എന്തിന് സംസാരിക്കണം? ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും അത്തബസ്സുമു സദഖത്തുൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ, ഹദിയ നൽകാൻ ഒന്നുമില്ലെങ്കിൽ, സമ്മാനം കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ, അത് വലിയൊരു സംസ്കാരമാണ്. സമ്മാനങ്ങൾ കൈമാറുക, ഹദിയ നൽകുക, ഇസ്ലാമിന്റെ വലിയ സംസ്കാരത്തിൽപ്പെട്ടതാണ് സമ്മാനങ്ങൾ കൊടുക്കൽ. അങ്ങനെ ഒരാൾക്ക് സമ്മാനം കൈമാറാനില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കണോ എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ കൃത്യമായി നിസ്കാരത്തിന് എത്തുന്ന ആളുകൾ പോലും മുഖത്തൊരു പുഞ്ചിരി കാണിക്കാൻ പോലും പിശുക്കാണെങ്കിൽ എന്ത് ഇസ്ലാമാണ്, എന്ത് മുഅ്മിനാണ്? പിന്നെ എന്തിനാണ് ഈ ജമാഅത്തിലേക്ക് വരുന്നത്? അല്ലേ, ഒറ്റക്ക് നിസ്കരിച്ചാൽ പോരെ വീട്ടില്? ഈ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വരുന്നത് എന്തിനാ? ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനാണ്, 5 നേരം പരസ്പരം കാണാനാണ്, കാണാത്ത ആളുകളെ കുറിച്ച് അന്വേഷിക്കാനാണ്. അങ്ങനെ ഒരു ബന്ധം വിശ്വാസികളായ നമ്മൾ തമ്മിലുണ്ട്. മഹാന്മാരായ സഹാബത്ത്, മുഹാജിറുകളും അൻസാറുകളും അവരെങ്ങനെയെന്നറിയോ? മുഹാജിറുകൾ നാടും വീടും എല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് പോകുന്നത്. അവർക്കവിടെ വീടില്ല, അവർക്കവിടെ സ്ഥലമില്ല. ഈ അൻസാറുകളായ സഹാബികൾ എല്ലാം പകുതി അങ്ങോട്ട് നൽകിയതാ. എത്രത്തോളം ഭാര്യമാരെ ആദർശപരമായി ഒഴിവാക്കേണ്ടി വന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ ഒഴിവാക്കി തരാം, അങ്ങനെ ഉണ്ടായിട്ടില്ല, സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിന് പോലും നിങ്ങൾക്ക് എന്തും നൽകാൻ തയ്യാറാണ്. അങ്ങനെ സഹോദരങ്ങളായി മാറി അൻസാറുകളും മുഹാജിറുകളും. നമ്മളോ ഒരു സെന്റ് സ്ഥലം വിട്ടുകൊടുക്കാൻ പോലും ആർക്ക്? നാട്ടുകാരെ പോട്ടെ, സ്വന്തം സഹോദരന് 1 സെന്റ് സ്ഥലം അനിവാര്യമായ ഘട്ടത്തിൽ വിട്ടുകൊടുക്കാൻ. പിശുക്കില്ലേ, മനസ്സിന്റെ പിശുക്ക്. നിന്റെ ആ വഴിയുണ്ടല്ലോ, ഇവന്റെ വീട്ടിലേക്ക് കാറ് വരൂല, ഒരു ബൈക്ക് കഷ്ടിച്ച് പോകാം. നിന്റെ ആ മതിലിന്റെ ആ കോർണർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തിക്കൊടുത്താൽ അവന്റെ വീട്ടിലേക്ക് കാറ് വരാം, വലിയ വണ്ടികൾ വരാം. അവന്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ആ മയ്യത്ത് കൊണ്ടുപോകാം. അതിങ്ങനെ ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ മൂലയൊന്ന്, ആ കോർണർ ഒന്ന് ചെത്തിക്കൊടുക്കാനുള്ള സാഹോദര്യം പോലും പല ആളുകളും കാണിക്കുന്നില്ല. എവിടേക്ക് കൊണ്ടുപോകാനാ ഇതൊക്കെ? എങ്ങനെയാ സഹോദരങ്ങളാവുക? അതുകൊണ്ട് അതാണ് ഒരു വിഷയം. നമ്മൾ സഹോദരങ്ങളാണ്. ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ചില ആളുകൾക്ക് ഷെയ്ക്കൻഡ് പോലും തരാത്ത ആളുകളുണ്ട്. എനിക്ക് തരില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടാ, ഷെയ്ക്കൻഡ് കൊടുക്കൂല, അത് കുറച്ച് ടീമുണ്ടാവും. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, ഞാൻ പൊതുവെ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഷയമാണ് പറയുന്നത്. ചില ആളുകളെ നോക്കി കൈ കൊടുക്കും, എന്നാൽ വേറെ ചില ആളുകളെ കൈ നീട്ടാൻ സന്നദ്ധമല്ല. ജമാഅത്തിന് പള്ളിയിൽ ഒന്നിച്ചുള്ള ആളുകൾ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ആയത്ത് ഓതുന്നവർ, ഈ ആയത്ത് ഒരുപക്ഷെ അപ്പം നിസ്കാരത്തിൽ വരെ ഇമാം ഓതിയിട്ടുണ്ടാകും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും എന്ന ആയത്തൊക്കെ ഓതിയിട്ട് ഇമാമിന്റെ പിന്നിൽ നിന്ന് ഇറങ്ങിയ ആൾ പോലും സ്വന്തം സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത്, ഞാനത് ആവർത്തിക്കുന്നത്, അതിൽ പോലും സാധിക്കാത്തവൻ പിന്നെ അവൻ എന്താ പറയാ? അതുകൊണ്ട് ഇത് വിശ്വാസികൾക്കിടയിൽ ഈ സഹോദര്യം, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12 നമുക്ക് നൽകിയ വലിയ ഒരു സമ്മാനമാണ് ഈ സാഹോദര്യ ബന്ധം എന്നാണ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം നേരത്തെ പറഞ്ഞ മതസ്വാതന്ത്ര്യമാണ്. ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴാണ് പിന്നെ നമ്മൾ ഓണത്തിലേക്കും നമ്മൾ നബിദിനത്തിലേക്കും ഒക്കെ നമ്മൾ കടന്നു വരേണ്ടത്. 2-3 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇതിപ്പോൾ ഒരു ഇവന്റ് മാത്രമാണ്, ആഘോഷങ്ങൾ. ഒരുവിധം മതങ്ങളുടെയൊക്കെ നമ്മൾ പറയാം നബിദിനം ഒരു ഇവന്റാണ്.
ഈ നബിദിനം എത്ര അളവിൽ കൊണ്ടാടുന്നവോ അവർ തന്നെയാണ് ഇന്നലെ വരെ ഫുട്ബോളിൻ്റെ മാമാങ്കം കൊണ്ടാടിയ ആളുകളും. അതിനേക്കാൾ ഗംഭീരമായിട്ട് ഒരു പക്ഷേ. ഇനി നോക്ക് നിങ്ങൾ, ചന്ദനക്കുടങ്ങൾ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. ഈ ഫുട്ബോളിൻ്റെയും ഒരു ലഹരി ഞാനിവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതിനങ്ങ് കുറച്ച് വടക്കോട്ട് വരണം. ആ ഒരു ഭ്രാന്ത് കാണണമെങ്കിൽ പൂർവികരായ ആളുകളുടെ ചില എന്താ പറയുക ദീർഘവീക്ഷണത്തിൻ്റെ ഫലമൊക്കെയായി കുറച്ചൊക്കെ ദീനിൻ്റെ ഒരു ചിഹ്നങ്ങളും ഒരു അടയാളങ്ങളും ഒരു ഭയവും ഒക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് മറന്നുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. കേരളത്തിൽ പൊതുവെ ഈ അനിയന്ത്രിതമായ നമ്മുടെ ആഘോഷങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഒരു നിയന്ത്രണവുമില്ല. കഴിഞ്ഞ വർഷം എങ്ങനെയാ ചെയ്തോ അതിനേക്കാൾ ഗംഭീരമാകും. ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒന്നിലുമില്ല. ഭക്ഷണം കഴിക്കുന്നിടത്തില്ല, കളിക്കുന്നിടത്തില്ല, ആഘോഷങ്ങളിലില്ല. എല്ലാ കാര്യത്തിലും കൃത്യമായ ലിമിറ്റ്, അതിരുകൾ വരച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ ആളുകളാണ്. ഇപ്പം നബിദിനം നോക്ക്, അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ 40 കൊല്ലം നബുവത്ത് കിട്ടാതെ ജീവിച്ചു. 23 വർഷം നബുവത്തിന് ശേഷം ജീവിച്ചു. 63 വർഷത്തിൽ ഒരു വട്ടമെങ്കിലും വരൂ നിങ്ങൾ, ഇന്ന് റബീഉൽ അവ്വൽ 12 ഞാൻ ജനിച്ച ദിവസമാണ്, നമുക്കൊരു ഗംഭീര പരിപാടിയാക്കാം എന്ന് ഒരു വട്ടമെങ്കിലും അള്ളാഹു റസൂൽ നടത്തിയത് ഖുർആനിലില്ല, ഹദീസിലില്ല, ആധികാരികമായ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും കാണുക സാധ്യമല്ല. ചില പുരോഹിതന്മാർ കെട്ടിയുണ്ടാക്കിയതാണ്. പഴയ കാലത്തുണ്ടായിരുന്നു. ആ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ഇസ്ലാമിലെ ആഘോഷങ്ങൾക്ക് വേറെ തലമുണ്ട്. എന്താ? അതിനൊരു ആത്മീയ തലം. 2 ആഘോഷം നമുക്കുണ്ടല്ലോ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. രണ്ടിലും എന്താ ഉള്ളത്? നിസ്കാരം, ഖുതുബ, കുടുംബങ്ങളെ സന്ദർശിക്കൽ, ആത്മീയ തലങ്ങളാണ് 2 ആഘോഷങ്ങളിലും. അങ്ങനെ ഒരു ആത്മീയ തലത്തോടു കൂടി ചില ആളുകൾ അന്ന് ചില മദ്ഹുകൾ പറയുന്നു. അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയി. നിസ്കാരമില്ല പല ആളുകൾക്കും. പല ആളുകളും ഇത്തരം സംഗതികൾ കൊണ്ടാടുന്ന ഒരുവിധം ആളുകളും നിസ്കാരമില്ലാത്തവരാണ്, മദ്യപാനികളാണ്. അതൊന്നും ഉസ്താദുമാർക്ക് വിഷയമല്ല. ഇത് ഗംഭീരമായിട്ട് നടന്നാൽ മതി. മഹാന്മാരായ സഹാബത്ത് ഒരിക്കൽ പോലും അബൂബക്കർ സിദ്ദീഖ്, ഉമർ അൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഇവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട 4 സഹാബ കിറാം. അവർ തുടങ്ങിയ ഒരു സഹാബത്തും അങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടില്ല. ഇത് ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. പിന്നെ ചില ആളുകൾ പറഞ്ഞു ബിദ്അത്തൊക്കെ തന്നെയാണ്, നല്ല ബിദ്അത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ആ വിഷയം അവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ പറഞ്ഞത് ഇതാണ്, ഒക്കെ ഒരു ഇവൻ്റാണ്. ചന്ദനക്കുടകൾ കാണണം. മണത്തലയിലും പട്ടാമ്പിയിലും ഒക്കെ നടക്കുന്ന കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ പേക്കൂത്തുകളാണ്, കൂത്താട്ടങ്ങളാണ്. ചന്ദനക്കുടം എന്ന ഓമന പേരിട്ട് ലാളിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ പള്ളികളോട് ചേർന്നുള്ള ജാറങ്ങൾ, മക്ബറകൾ കേന്ദ്രീകരിച്ച് ഈ ഉമ്മത്ത് നടത്തുന്ന വൃത്തികേടുകൾ, അതിനി ഫുട്ബോളിന്റെ പേരിലാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ വരാണെങ്കിൽ ബീച്ച് ഫെസ്റ്റിവലുകൾ, പ്രത്യേകിച്ച് അത് മുസ്ലിങ്ങളാണ് ഏറ്റെടുത്ത് നടത്തുന്നതെങ്കിലാണ് ഈ നിയന്ത്രണങ്ങളില്ലാത്തത്. അതുപോലെ ഒന്ന് മുസ്ലിങ്ങളുടെ ഓണം, മുസ്ലിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് ഗംഭീരാകുന്നത്. മുസ്ലിങ്ങളുടെ നേരത്തിൽ ഇവർക്ക് എന്തെങ്കിലും, ഈ കൗമിന് എന്ത് വേണം? എന്തെങ്കിലും ഒരു ആഘോഷം എപ്പോഴും വേണം. അതെന്തായാലും വേണ്ടില്ല, അടിച്ച് പൊളിക്കണം, അത്രേ ഉള്ളൂ. അർമാദിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ഹലാലും അതിൻ്റെ ഐതിഹ്യം ഒന്ന് പരിശോധിച്ചിട്ടൊന്നുമല്ല. ഐതിഹ്യത്തിലേക്ക് പോകുമ്പോൾ ഞാനതിലേക്ക് പോകുന്നില്ല. പിന്നെ പലതും പറയാറുണ്ട്. ആ ഐതിഹ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത് വിശ്വസിക്കാനും അത് ആചരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓണമാകട്ടെ പെരുന്നാളാകട്ടെ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഓണത്തിന് സദ്യക്ക് വിളിച്ചാൽ നമ്മളൊക്കെ ഉഷാറായിട്ട് പോയി തിന്നു. എൻ്റെ സഹോദരൻ്റെ കൂടെ പഠിച്ചവരുടെ, പിന്നെ കൂടെ കളിച്ചവരുടെ, അവരുടെയൊക്കെ സന്തോഷത്തിൻ്റെ ഭാഗമായി അവർ സദ്യക്ക് വിളിക്കുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയണോ? പെരുന്നാളിന് അവരെ വിളിക്കുമ്പോൾ അതിനെ തടയണോ? ഇതായിരുന്നു നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്നു. ഇത് പിന്നെ അത് ആവശ്യമില്ലാതെ കുറേ വയലുകളിലൂടെ, അനാവശ്യ സംസാരങ്ങളിലൂടെ ഈ കളം മോശമാക്കി. അതിൽ മുതലെടുക്കുന്ന ആരാന്നറിയോ? കുറേ കടുകന്മാരിങ്ങനെ അവസരം കാത്തിരിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഓണം വേണ്ട, ഈ പറയുന്ന ആൾക്ക് പോലും ഓണം ഒരു പക്ഷേ അവൻ തിരിഞ്ഞുവൊക്കെ പോലും ചെയ്യില്ല. ഇവർക്ക് എന്ത് ചെയ്യണം? നമ്മുടെ നാടിൻ്റെ സൗഹൃദ അന്തരീക്ഷം കലക്കണം.
അതിന് ചില ഉസ്താദുമാരൊക്കെ വളം വെച്ച് കൊടുക്കും. അവർ വലിയ ഫത്വകളും സംഗതികളൊക്കെ ഇറക്കിയിട്ട്. അനാവശ്യമായിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാൽ പോരെ? അതിൻ്റെ ഹറാമും ഹലാലും മദ്രസയിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാമല്ലോ. ഉണ്ടെങ്കിൽ ഹറാമിൻ്റെ പരിധിയിലേക്ക് എവിടെയാണ് പോകുന്നതെങ്കിൽ ഓരോരുത്തരുടെയും മഹല്ലത്തിലും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വെറുതെ കുറേ എന്താ പറയുക ഫത്വകൾ ഇറക്കി ആവശ്യമില്ലാത്ത പ്രഭാഷണങ്ങൾ നടത്തി. ഇത് തന്നെയാണ് ആരാഗ്രഹിക്കുന്നത്? ഈ കുളം കലക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. അങ്ങനെ കുളം കലക്കി നമ്മുടെ നാടിൻ്റെ സൗഹൃദത്തെ, സാഹോദര്യത്തെ, സഹിഷ്ണുതയെ, മതേതരത്തെ, ചിന്താഗതിയെ അതിനെ തുരങ്കം വെക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ല. മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പാടില്ല. ഇപ്പം ചില ആളുകൾ പറയും മതത്തിൽ നിന്ന് പോയ ആളുകളെ കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നു. മതം വിട്ടവനെ കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നു. എത്ര കാലം ഖലീഫമാർ ഭരണം നടത്തി, എത്ര പേരെ അങ്ങനെ കൊന്നത്? ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിൻ്റെ പേരിൽ തലവെട്ടിയ, കൊന്നുകളഞ്ഞ ഒരാളെടുത്ത് കാണിക്കാൻ പറ്റുമോ? ഒരാളെ. അപ്പൊ പിന്നെ നൂറ്റാണ്ടുകളായി ഉള്ള ഈ ഖുർആനിലെ ആയത്തുകളെ അക്ഷരവായന നടത്തിയിട്ട് എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത് രണ്ട് രീതിയിലുള്ള സ്നേഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ആഴ്ച പറയും. രണ്ട് രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികളായ നമ്മൾ സ്നേഹിക്കണം. ആ രണ്ട് രീതിയിലും സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക സ്നേഹം പ്രകടമാകുക. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഒന്ന്, റസൂൽ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, റസൂൽ ഉണ്ടല്ലോ, വഫാത്തായി പോയ റസൂല്. ആ റസൂൽ എന്ന് കേൾക്കുമ്പോൾ ഈമാൻ തുടിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ എന്ന് കേൾക്കുമ്പോൾ റസൂൽ എന്ന് കേട്ടാൽ മതി, സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദ് എന്നൊന്നും പറയണമെന്നില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ എന്നാണ് റസൂൽ പറഞ്ഞത്. നമ്മുടെ ബന്ധം, റസൂലുമായിട്ടുള്ള ബന്ധം മുഹമ്മദ് എന്ന് പറയണമെന്നില്ല, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുമായി നമുക്ക് വലിയൊരു ബന്ധമുണ്ട്. ആ റസൂലിൻ്റെ പേര് പറയുമ്പോൾ പോലും അങ്ങേ അറ്റത്തെ സൂക്ഷ്മത നമ്മൾ പുലർത്തണം. മുഹമ്മദ് നബി എന്നിങ്ങനെ വളരെ ലാഘവത്തോടു കൂടി പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു ഇടത്ത് പോലും, ഒരു സ്ഥലത്ത് പോലും മുഹമ്മദ് എന്നൊരു സംബോധന ഇല്ല. പേര് പരാമർശിച്ചു പോയിട്ടുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ പേര് പരാമർശിച്ചു പോയിട്ടുണ്ടെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വിളി ഇല്ല ഖുർആനിൽ. യാ ആദം, ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആദം നബിയേ, ആദമേ എന്ന അള്ളാഹുവിൻ്റെ വിളി. യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്ന അള്ളാഹുവിൻ്റെ വിളി കാണാം. യാ ഈസ എന്ന വിളിയുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അവരുടെ പേരുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ ഖുർആൻ ഒരിടത്തും യാ മുഹമ്മദ്, മുഹമ്മദ് എന്ന ഒരു വിളിയില്ല, മുഹമ്മദ് എന്നൊരു അഭിസംബോധനയില്ല. പകരം അല്ലാഹു വിളിച്ചത് യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസിറു എന്നിങ്ങനെയാണ്. യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ. യാ അയ്യുഹർ റസൂലു, അല്ലയോ റസൂലായിട്ടുള്ളവരെ. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ. യാ അയ്യുഹൽ മുദ്ദസിർ, ഇങ്ങനെയാ വിളിച്ചത്. അപ്പൊ ആ വിളി തന്നെ മഹാന്മാര് പറഞ്ഞു. റസൂലിന്റെ പേര് പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇപ്പൊ ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളർന്നു വരുന്ന ഒരു തട്ടിപ്പിന്റെ സംഗതിയാണ്. കുറെ ആളുകൾ ആ കുഴിയിൽ വീണു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ത്വരീഖത്തിൽ യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്നാണ് ഒരു ദിക്ർ. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ എവിടുന്ന് കേട്ടതൊന്നുമല്ല, പോയി ഇരുന്ന് ചൊല്ലിയ അനുഭവത്തിൽ പറയാ. മഅദല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ പ്രധാനപ്പെട്ട ദിക്ർ അതാണ്. അപ്പൊ മനുഷ്യനെ വലാലത്തിലേക്കും പടവിലേക്കും ഒക്കെ ചാടിക്കാൻ വേണ്ടി പല ത്വരീഖത്തുകളും, ത്വരീഖത്ത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ കുൽ, നബിയെ താങ്കൾ പറയുക, താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്,
നിങ്ങൾക്ക് അള്ളാഹുവിനോട് മഹബ്ബത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രിയമുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം, എന്നെ നിങ്ങൾ പിൻപറ്റണം, എന്നെ നിങ്ങൾ പിൻപറ്റണം. എങ്കിൽ യുഹിബ്ബുക്കുമുള്ള, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ലക്കും ലഗാനുമില്ലാതെ കാട്ടിക്കൂട്ടാനല്ല. നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ശ്രദ്ധിച്ചോ. അതായത് പണ്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഈ പോർക്കിനെ, പന്നിയെ കപ്പലിൽ കയറ്റുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കയറിട്ട്, കപ്പലിങ്ങനെ നിർത്തി കഴുത്തിൽ കയറിട്ട് പിടിച്ചു വലിച്ച ഇതിന് മനസ്സിലാവും ഇതിന് എന്നെ നാട് കടത്താനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ എവിടേക്കോ കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ്, കയറൂല, അങ്ങനെ ബലം പിടിച്ചു നിൽക്കും. അതിനെ കയറ്റാൻ ഭയങ്കര ഇടങ്ങറാണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്, ഒരു തന്ത്രമുണ്ട്. ഇതിനെ കപ്പലിലേക്ക് മുഖം തിരിച്ചു നിർത്തും, എന്നിട്ട് ബാക്കിൽ വാലുമ കയറ് കെട്ടും, എന്നിട്ട് ബാക്കിലേക്ക് വലിക്കും. അപ്പോൾ ഉപരെന്ത് ചെയ്യും, ബാക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മുന്നക്ക് തള്ളിയിട്ട് അത് കപ്പലിൽ കയറിക്കോളും. ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ചെയ്താലേ ഇത് പോകുള്ളൂ എന്ന പോലെ പരിശുദ്ധ ഇസ്ലാമിൽ ഒരാൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ പിശാച് ചെയ്യുക, ആദ്യം ഇവനെ കൊണ്ട് ഖുർആൻ വേണ്ട, ഇവനെ കൊണ്ട് സുന്നത്ത് വേണ്ട, ഇവനെ കൊണ്ട് എന്ത് ചെയ്യാം, ഇവന് കുഫറും അതുപോലെ നിഫാക്കും ഒക്കെയായി ഇവനെ അങ്ങനെ അങ്ങോട്ട് താഴ്ത്തി കളയാം. ഇതാണ് പിശാച് എടുക്കുന്ന പണി. അതിൽ ഇവന് വീഴൂല, ഇവന് കിട്ടൂല. ഇവന് ഈമാനുണ്ട്, നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ ചെയ്യുന്ന പണി എന്താ, ഇല്ലാത്ത ദിക്റുകൾ, ഇല്ലാത്ത സ്വലാത്തുകൾ. ഇപ്പൊ സ്വലാത്തൊക്കെ വലിയ കച്ചവടമാണല്ലോ, എന്താ എത്രായിരം കോടി രൂപയുടെ ബിസിനസ്സാ ഇപ്പൊ സ്വലാത്തൊക്കെ. ഇപ്പൊ സ്വലാത്ത് ചില ആളുകള് ചാക്ക് കണക്കിനാണ് സ്വലാത്ത് കയറ്റി അയക്കുന്നത്. എന്താണ് കേൾക്കുന്നത്, എന്തൊരു തമാശയാണിത്. ഈ ഉമ്മത്തിനെ കൊണ്ട് റസൂലെ കൊണ്ട് കളിക്കണോ? നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലി ഇങ്ങോട്ട് അയക്കണം. ഉസ്താദുമാര് പ്രസംഗിക്കുകയാണ്, നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലി ഇന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. 2 കോടി സ്വലാത്ത് നമുക്ക് ഒന്നിച്ചയക്കാം. ഇത് ഏതെങ്കിലും ഒരു നാടൻ പറയുന്ന കാര്യമല്ല. ഉലമാക്കൾ എന്ന് പറയുന്ന പണ്ഡിത വേഷം ധരിച്ച ആളുകൾ ഈ ഉമ്മത്ത് കൊണ്ട് കളിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതൊക്കെ എന്താ പറയാ, വലിയ ബിസിനസ്സായി കൊണ്ട് നടക്കുന്ന ഈ ഘട്ടത്തിൽ പിശാച് എന്ത് ചെയ്യും, ഇവനെ കുഫറിലേക്കോ പിന്നെ മറ്റ് തെറ്റുകളിലേക്കോ വീഴ്ത്താൻ സാധ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവനെ കണ്ട് ഈമാൻ കൂട്ടും, കൃത്രിമ ഈമാൻ. അപ്പൊ ഇവന് തോന്നും ഇതൊന്നും പോരാ, ഇതൊക്കെ വളരെ കുറച്ചാണ്. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ കുറച്ചും കൂടെ ദിക്റുണ്ടാക്കിയാൽ എന്ത്, അങ്ങനെ സ്വലാത്ത് പല ആളുകളും പല സ്വലാത്തും ഉണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പഠിപ്പിക്കപ്പെട്ട സ്വലാത്തിനായിരിക്കുമല്ലോ പുണ്യം കൂടുതൽ. ആ സ്വലാത്ത് ഏതാണ്? ഇബ്രാഹിമിയ സ്വലാത്താണ്. അതിൻ്റെ പല വകഭേദങ്ങളുമുണ്ട്. ആ സ്വലാത്തിന്റെ ഒരു മജ്ലിസും അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ കേരളത്തിലില്ല, ഒരു മജ്ലിസും ഇല്ല. പിന്നെയുള്ള കാരണം അത് 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 പുറകോട്ട് പോയി. പകരം എന്ത് ചെയ്തു, ഇല്ലാത്ത സ്വലാത്തുകൾ വന്നു, ഇല്ലാത്ത ദിക്റുകൾ വന്നു, ഇല്ലാത്ത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വന്നു. അപ്പൊ ഇവന് തോന്നുക എനിക്ക് റസൂലിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഈ പോർക്കിനെ ഓപ്പോസിറ്റ് തള്ളിയിട്ട് ഇതിൽ കയറ്റുന്ന പോലെ ഇല്ലാത്ത ബിദ്അത്തുകൾ ഇങ്ങനെ പതപ്പിച്ച് പൊക്കി 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 പുറത്തേക്ക് വലിച്ചെറിയുന്ന പരിപാടിയാണ് ഇത്തരം ബിദ്അത്തുകളിലൂടെ പിശാച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന ആളുകളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്, ഉണർത്താൻ വേണ്ടി പറയാം. പിശാചിന്റെ കളി വല്ലാത്ത കളിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫത്തബിഊനി, നിങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്ന് സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ എന്താ പറയുക, ആ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലുണ്ടാവണം. എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത് എന്നതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പറയേണ്ടത്. പടച്ച തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ പടച്ചോന് ഇട്ട് തരുമാറാകട്ടെ. മറ്റൊരു കാര്യം വളരെ വേദനയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ നേരത്തെ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരു സഹോദരൻ, ഒരുപാട് സഹോദരന്മാർ, അതിൽ സഹോദരൻ മുമ്പ് ഹുതുബയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, പരപ്പനങ്ങാടിക്കാരൻ ഒരു സക്കരിയ 17 വർഷമായിട്ട് ജയിലില്ല, 17 കൊല്ലം, 10-18 വയസ്സ് പ്രായമുള്ള സമയത്ത് പിടിച്ചതാണ്. വിചാരണ നടക്കുന്നില്ല. കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോടതി മാറും, ചിലപ്പോൾ ജഡ്ജ് മാറും.
ജഡ്ജി മാറിയാൽ, കോടതി മാറിയാൽ പിന്നെ ഇത് ആദ്യം മുതൽ തുടങ്ങും. അങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. തെറ്റുകാരനല്ലാതെ ശിക്ഷ അനുഭവിക്കുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് വിവിധ ജയിലുകളിലുള്ളത്. പല ആളുകൾക്കും വേണ്ടി പല പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. കൂട്ടത്തിൽ സക്കരിയക്ക് വേണ്ടിയുള്ള വിവിധ സമരങ്ങളുടെ ഭാഗമായി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതൊക്കെ കേരള ഗവൺമെൻറ് ഇടപെടണം, സർക്കാർ ഇടപെടണം ഈ നാട്ടിലെ ഒരു പൗരന് വേണ്ടി എന്ന അർത്ഥത്തിൽ ഒരു വലിയ ഒരു ഒപ്പുശേഖരണം നടത്തുകയാണ്. അപ്പോൾ മുഴുവൻ സഹോദരന്മാരും മുഴുവൻ സഹോദരിമാരും ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും അതുമായി സഹകരിച്ച് നിങ്ങളുടെ ഒപ്പ്, ഞാനുമുണ്ട് ഇതിൻ്റെ കൂടെ എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ ഒപ്പ് ചാർത്തി കൊടുത്തിട്ട് വേണം പോകാനെന്ന് വളരെ ഗൗരവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ സഹോദരനോട് ചെയ്യുന്ന വലിയ അനീതിയായി മാറും. ആ സഹോദരൻ റബ്ബ് എത്രയും പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി